ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ പിങ്കി നമ്മുടെ ഗൗതവും അതുപോലെ നന്ദയും തമ്മിൽ വഴക്കുണ്ടാക്കുന്നത് കാണാൻ കാത്തിരിക്കുക. എന്തെങ്കിലും ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ അന്നേരം അവിടെ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാക്കി വെക്കും. പക്ഷേ ഇത്തവണയും അതുപോലെ തന്നെ കാര്യങ്ങൾ ചെയ്യാമെന്ന് വിചാരിച്ചതാണ്. ഒരു കാര്യവും നടന്നില്ല. സത്യം നന്ദ വന്ന് ഗൗതത്തിനോട് പറഞ്ഞപ്പോൾ ആ നിമിഷം തീർന്നു എല്ലാ അടവുകളും. അത് കഴിഞ്ഞപ്പോഴാണ് പിങ്കിയുടെ ഫോൺ കംപ്ലൈൻ്റ് ആകുന്നതും അച്ഛൻ പിങ്കിയുടെ ഫോണിലേക്ക് വിളിച്ചിട്ട് കിട്ടാതെ വന്നപ്പോൾ ഗൗതത്തിനെ വിളിക്കുന്നതും. എന്നിട്ട് ഗൗതത്തിൻ്റെ മര്യാദയ്ക്ക് ആ ഫോണുമായിട്ട് പിങ്കിയുടെ റൂമിൽ ചെന്നിട്ട് അച്ഛനെ വിളിച്ചിട്ട് ഫോൺ തന്നേക്കാൻ പറഞ്ഞു. എനിക്ക് അച്ഛനോട് ഒത്തിരി സംസാരിക്കാനൊന്നുമില്ല, ഫോൺ കൊണ്ടുപോക്കോളാൻ പറഞ്ഞു. മാക്സിമം ഗൗതത്തിനെ അവിടെ പിടിച്ചു നിർത്താൻ ശ്രമിക്കുകയാണ് പിങ്കി. അങ്ങനെ ഗൗതം മനസ്സോടെ അവിടെ അങ്ങനെ നിന്ന് കഴിഞ്ഞപ്പോഴേക്കും ഗൗതത്തിനെന്താ, നന്ദയെ പേടിയാണോ? നന്ദയെ പേടിയായിട്ടാണോ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്, അല്ലെങ്കിൽ ഇതുപോലെയൊക്കെ പറയുന്നത് എന്നൊക്കെ ചോദിച്ചു. നിങ്ങൾ തമ്മിലുള്ളത് യഥാർത്ഥ ജീവിതമൊന്നും അല്ലല്ലോ, അതൊരു ഡീല് മാത്രമല്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇങ്ങനെ ഈ പിങ്കി ഗൗതത്തിനോട് ചോദിക്കുന്നതും കേട്ടുകൊണ്ടാണ് നമ്മുടെ നന്ദ അങ്ങോട്ടേക്ക് വരുന്നത്. അത് കേട്ടുകൊണ്ട് വന്ന നമ്മുടെ നന്ദയ്ക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നു. അപ്പോഴേക്കും നമ്മുടെ ഗൗതം അവിടെ നിന്ന് ഇങ്ങനെ പറഞ്ഞത്, ഞങ്ങൾ തമ്മിലുള്ളത് ഡീലാണെങ്കിലും യഥാർത്ഥ ജീവിതമാണെങ്കിലും അത് പിങ്കി അറിയേണ്ട കാര്യമില്ല. പിങ്കി അത് ബോധ്യപ്പെടുത്തേണ്ട ആവശ്യവും എനിക്കില്ല. കാര്യങ്ങളെല്ലാം പിങ്കിക്ക് അറിയാവുന്നതല്ലേ. പിന്നെ ഏത് നേരവും ഇങ്ങനെ ഈ പറഞ്ഞുകൊണ്ട് നടക്കേണ്ട കാര്യം എന്താ പിങ്കിയെന്നും ചോദിച്ചുകൊണ്ട് ഗൗതം ദേഷ്യപ്പെടുക. അപ്പോൾ ഇങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് നമ്മുടെ നന്ദയെ കണ്ടു. ഇവർ രണ്ടുപേരും കൂടെ നോക്കുമ്പോൾ നന്ദയാണെങ്കിൽ കലി കയറി അങ്ങ് പോവുകയും ചെയ്തു. അപ്പം നന്ദ അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ നന്ദ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഗൗതം വിളിച്ചു. പക്ഷെ നന്ദ കേൾക്കാൻ കൂട്ടാക്കിയില്ല. നന്ദ അങ്ങ് പോയി. അപ്പോഴേക്കും പിങ്കിക്ക് സന്തോഷമായി അവർ തമ്മിൽ വഴക്കായി എന്നുള്ളത്. പക്ഷെ നന്ദ അങ്ങനെയൊക്കെ പോയാലും വഴക്കും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. എന്തായാലും നന്ദ റൂമിലേക്ക് പോയി കഴിഞ്ഞപ്പോഴേക്കും പിങ്കി വേഗം ഫോൺ ചെയ്തിട്ട് എനിക്ക് ഫോൺ തരാൻ പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ വിളിക്കാമെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നതല്ലാതെ വിളിക്കുന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ ഗൗതത്തിന് ദേഷ്യം വന്നു. ഗൗതം പറഞ്ഞു, പിങ്കി വിളിച്ചിട്ട് ഫോൺ അങ്ങ് കൊണ്ടുവന്നാൽ മതി, അല്ലെങ്കിൽ അവിടെ വെച്ചാൽ മതി, ഞാൻ വന്ന് എടുത്തോളാം എന്നും പറഞ്ഞു ഗൗതം അങ്ങ് ദേഷ്യപ്പെട്ട് പോയി കേട്ടോ. ഗൗതം അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും എന്തായാലും ഇന്നത്തെ ദിവസത്തിന് രണ്ടുപേർക്കും ഉള്ളത് കൊടുത്തിട്ടുണ്ടെന്നുള്ള രീതിയിൽ പിങ്കി അവിടെ ഇങ്ങനെ നിൽക്കുക. എന്നിട്ട് ഫോൺ എടുത്ത് പപ്പയെ വിളിക്കുവാണ്. അങ്ങനെ അവർ തമ്മിലുള്ള ആ ഒരു ഇതെല്ലാം കഴിഞ്ഞു. ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ നന്ദ റൂമിൽ പോയി ഇങ്ങനെ ഇരിക്കുന്നു. നന്ദ റൂമിൽ പോയിരിക്കുന്ന സമയത്ത് ഗൗതം അങ്ങോട്ടേക്ക് ചെന്നിട്ട് നന്ദയോട് എന്താ എന്നോട് ദേഷ്യമാണോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ നമ്മുടെ നന്ദ ഇങ്ങനെ ഇച്ചിരി ദേഷ്യമൊക്കെ ഉള്ളതുപോലെയൊക്കെ ആക്ട് ചെയ്തു കേട്ടോ. അങ്ങനെ ആക്ട് ചെയ്തിരിക്കുമ്പോഴും ഗൗതം ഓർത്തത് എന്താണെന്ന് വെച്ചാൽ നന്ദയ്ക്ക് ഭയങ്കര ദേഷ്യമാണ് കാര്യങ്ങളാണെന്നൊക്കെ. അത് അവളെന്നോട് ഓരോന്ന് ചോദിച്ചപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞതാണെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ നന്ദയുടെ ഗൗതം ഇങ്ങനെ തൻ്റെ നിരപരാധിത്വം തെളിയിക്കാനായിട്ട് ശ്രമിക്കുമ്പോഴത്തേക്കും ഗൗതം സാറിന് എന്താ പറ്റിയതെന്ന് ചോദിച്ചു നന്ദ. അവൾ എന്തെങ്കിലും പറയുന്നത് കേട്ട് ഞാൻ ഗൗതം സാറിനെ അവിശ്വസിക്കുമെന്ന് സാറിന് തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചു. നമ്മൾ തമ്മിലുള്ള ജീവിതം എന്താണെന്ന് മറ്റുള്ളവരെ നമുക്ക് ബോധിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അതെന്താണെന്ന് നമുക്ക് രണ്ടുപേർക്കും അറിയാമല്ലോ. പിന്നെ എന്തിനാ നമ്മൾ മറ്റുള്ളവർ പറയുന്നത് കേട്ട് വെറുതെ വഴക്കുണ്ടാക്കുന്നതെന്നൊക്കെ ചോദിക്കാം. അങ്ങനെ ഇവർ തമ്മിലുള്ള ആ കാര്യങ്ങളെല്ലാം പറഞ്ഞ് പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് ഇങ്ങനെ നിൽക്കുന്നു. അപ്പോൾ രണ്ടുപേരും വളരെ സന്തോഷത്തോടു കൂടി നിന്ന് സംസാരിക്കുന്ന സമയത്താണ് ഫോണും വിളിച്ചിട്ട് അങ്ങോട്ടേക്ക് പിങ്കി വരുന്നത്. പിങ്കി വന്നു കഴിഞ്ഞപ്പോൾ ഇവർ വലിയ അടി കൂടുമായിരിക്കും, ഇവരുടെ ആ ഒരു അടി കാണാം എന്നൊക്കെയുള്ള ഒരു സന്തോഷത്തിലാണ് വന്നത്. പക്ഷേ വന്നപ്പോൾ ചീറ്റിപ്പോയി. ഇവർ രണ്ടുപേരും വളരെ ഹാപ്പി ആയിട്ട് നിൽക്കുന്ന കാഴ്ചയാണ് പിങ്കി കണ്ടത്. പിങ്കിക്ക് ഒട്ടും അതങ്ങോട്ട് സഹിക്കാൻ പറ്റിയില്ല. പിങ്കി ഇങ്ങനെ ആകെ അത് കണ്ടിട്ട് ഒരു നിരാശാകാമുകിയായിട്ട് ഇങ്ങനെ നിൽക്കുവാണ്. ഇത് ഏറ്റില്ലേ എന്നുള്ള രീതിയിൽ. അപ്പോൾ ഗൗതം എന്നും പറഞ്ഞ് വിളിച്ചു. നോക്കിക്കഴിഞ്ഞപ്പോൾ പിങ്കി വന്ന് നിൽക്കുന്നു. അപ്പോൾ പിങ്കി എന്താണെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ഫോൺ കൊണ്ടുവന്നതാണെന്നും പറഞ്ഞ് ഫോൺ അങ്ങ് കൊടുത്തു. എന്നാൽ ശരി, ഫോൺ തന്നതാണെങ്കിൽ ഇനി പിങ്കിയുടെ റൂമിലേക്ക് പോയിക്കോളാനായിട്ട് നന്ദ പറഞ്ഞു. ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങളെ സംസാരിക്കാനുണ്ടെന്ന്. അപ്പോഴേക്കും നമ്മുടെ പിങ്കി ഇങ്ങനെ ദേഷ്യത്തിൽ ഇങ്ങനെ നന്ദയെ നോക്കുക. അപ്പോൾ ഗൗതം ആണെങ്കിൽ പിങ്കിയോടും പറഞ്ഞു പൊക്കോളാനായിട്ട്. അങ്ങനെ പിങ്കി അവിടെ നിന്ന് പോയൊന്നുമില്ല, അപ്പുറം മാറി നിന്നിട്ട് ഇങ്ങനെ ആലോചിക്കുക. അവളെന്നോട് പൊക്കോളാൻ പറഞ്ഞിട്ട് ഗൗതം ഒരു മറുവാക്ക് പോലും പറഞ്ഞില്ല, അല്ലെങ്കിൽ ഗൗതത്തിന് ഇപ്പോൾ അവളാണ് വലുത്, ആ ഒരു ഇതിലും ഒരു കാരണവശാലും ഇവരെ തമ്മിൽ ഒന്നിപ്പിക്കാൻ പാടില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പിങ്കി നിന്ന് ആലോചിക്കുക കേട്ടോ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞു. പിറ്റേ ദിവസമായി നന്ദ പഠിക്കാൻ പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ഇന്നലെ രക്ഷിച്ച ആളിനെ ഹോസ്പിറ്റലിൽ പോയെന്ന് കാണണം എന്നുള്ള കാര്യം ഗൗതത്തിനോട് പറയാം. അപ്പോൾ ഗൗതം പറഞ്ഞു പോയി കണ്ടിട്ട് വരാൻ, വേണമെങ്കിൽ ഞാനും വരാമെന്ന് പറഞ്ഞപ്പോൾ ഗൗതം സാർ വന്നില്ലെങ്കിലും കുഴപ്പമില്ല, ഞാൻ പൊക്കോളാമെന്നും പറഞ്ഞ് നന്ദ അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും പിങ്കി വീണ്ടും ഓരോന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇവരുടെ ആ ഒരു ഇതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് അങ്ങനെ നിൽക്കുകയാണ്. അതിനുശേഷം പിങ്കി മനസ്സിൽ ഇങ്ങനെ ആലോചിക്കുന്നു, എന്താ ചെയ്യേണ്ടത്,
എന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിക്കണമല്ലോ എന്ന്. അപ്പോൾ എല്ലാവരുടെയും മുന്നിൽ ഇപ്പോൾ പിങ്കി അർജുനെ വെറുക്കുന്ന ഒരു വ്യക്തിയും അതുപോലെ ഗൗതത്തിനെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയുമായി മാറിയിരിക്കുക. അപ്പോൾ പിന്നെ അതിലെന്തെങ്കിലും ഒരു ട്വിസ്റ്റ് വേണമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് പവിത്ര മാത്രം മതിയല്ലോ അവിടുത്തെ ന്യൂസ് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കാനായിട്ട്. അപ്പോൾ പവിത്ര കാണാൻ പാകത്തിന് ഈ പിങ്കി ചെന്ന് നിന്നിട്ട് ഗൗതത്തിൻ്റെയും അർജുൻ്റെയും പഴയൊരു ഫോട്ടോ ഉണ്ടായിരുന്നല്ലോ, അതിൽ ഇത് വെട്ടി മാറ്റിയിട്ട് ഒരെണ്ണം അവർ പരസ്പരം വെട്ടി മാറ്റി 2 ഫോട്ടോ ആക്കി. അതിൽ അർജുൻ്റെ ഫോട്ടോ എടുത്ത് കയ്യിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ട് ഇങ്ങനെ ഉമ്മയൊക്കെ വെച്ചുകൊണ്ട് നടക്കുന്നു. അപ്പോൾ അതൊക്കെ പവിത്ര കാണുന്നുണ്ടോ എന്നിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുമുണ്ട്. അപ്പോൾ പവിത്ര ഇതൊക്കെ കൃത്യമായിട്ട് വന്ന് നിന്ന് കാണുന്നുമുണ്ട്. പവിത്ര എന്നിട്ട് ഇതിങ്ങനെ താന്നും ചെരിഞ്ഞും ഒക്കെ കിടന്ന് നോക്കി ആരൊക്കെ ഉമ്മ കൊടുക്കുന്നത് എന്നുള്ള രീതിയിൽ. അപ്പോൾ ഇങ്ങനെ ഒരു മിന്നായം പോലെ പവിത്ര കണ്ടു അർജുനാണ് ഉമ്മ കൊടുക്കുന്നത്. അപ്പോൾ ഇത്ര പെട്ടെന്ന് പിങ്കി ചേച്ചി മാറിയോ, പിങ്കി ചേച്ചിയുടെ സ്വഭാവമൊക്കെ ഒത്തിരി മാറ്റം വന്നോ എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. അങ്ങനെ ആലോചനയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ അവിടെ നിൽക്കുന്നു. ഇതാരോടെങ്കിലും 10 പേരോട് പറഞ്ഞില്ലെങ്കിൽ ഒരു ഇതില്ലല്ലോ. അപ്പോൾ ചെന്ന് അർജുനെ കുറിച്ചുള്ള കാര്യങ്ങൾ ചെന്ന് ഈ പറയുന്ന നമ്മുടെ ഗൗതത്തിനോട് പവിത്ര പറയണം, അല്ലെങ്കിൽ നന്ദയോട് പവിത്ര പറയണം. ഇതിന് വേണ്ടിയിട്ടാണ് പിങ്കി കിടന്ന് ഈ വേഷം കെട്ട് മുഴുവൻ കാണിക്കുന്നത്. അങ്ങനെ ആ ഒരു സംഭവം അവിടെ നടക്കുന്നു. ഈ സമയത്താണ് നമ്മുടെ നന്ദ അവിടെ ക്ലാസ് കഴിഞ്ഞ് വീട്ടിലോട്ട് വരുന്നതും നന്ദയ്ക്കൊരു സ്റ്റഡി ടൂർ ഉണ്ടെന്നുള്ള കാര്യം പറയുന്നു. അപ്പോൾ സ്റ്റഡി ടൂറിന് പോകണം എന്നുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും പിങ്കിക്ക് ഒത്തിരി സന്തോഷമായി. അതുപോലെ തന്നെ ബാക്കിയുള്ളവർക്കൊക്കെ. അപ്പോൾ ലക്ഷ്മിക്കൊക്കെ സന്തോഷമായി. ഇപ്പോൾ പഠിക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്നതാണല്ലോ. പക്ഷെ ഗൗതത്തിന് മാത്രം ഭയങ്കര സങ്കടം. ഗൗതം ഇങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുവാണ്. എന്നിട്ട് റൂമിൽ വെച്ചാണെങ്കിലും ഗൗതം ഇങ്ങനെ ആകെ നിരാശപ്പെട്ട് സങ്കടപ്പെട്ടൊക്കെ ഇങ്ങനെ നിൽക്കുന്നു. നന്ദ കൂടെ ഇല്ലല്ലോ, നന്ദ പോവുകയാണല്ലോ എന്നുള്ളൊരിതിൽ. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന സമയത്ത് നമ്മുടെ നന്ദ ഗൗതത്തിൻ്റെ അടുത്തേക്ക് ചെന്നിട്ട്, ഗൗതം സാറിന് എന്താ ഞാൻ ടൂറ് പോകുന്നത് ഇഷ്ടമല്ലേ എന്ന് ചോദിച്ചു. അല്ല, ഇത്രയും ദിവസം നീ എൻ്റെ കൂടെ ഇല്ലാതെ വരുമ്പോൾ അതൊരു സങ്കടമാണ് എന്ന് പറയുമ്പോൾ, അങ്ങനെ സാറിന് ഇഷ്ടമില്ലെങ്കിൽ ഞാൻ പോകുന്നില്ല. അയ്യോ അങ്ങനെ വേണ്ട, നിൻ്റെ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യമല്ലേ, അതൊന്നും വിട്ട് കളിക്കേണ്ട കാര്യമില്ല, നീ പൊയ്ക്കോളാൻ പറഞ്ഞു. അങ്ങനെ മനസ്സോടെ നമ്മുടെ ഗൗതം സമ്മതിക്കുമ്പോൾ, സാർ എന്തിനാ സങ്കടപ്പെടുന്നത്, ഞാൻ പോയി പെട്ടെന്ന് തന്നെ ഇങ്ങോട്ട് വരില്ലേ, പിന്നെ എന്താണെന്ന് ചോദിച്ചു. അങ്ങനെ നമ്മുടെ ഗൗതത്തിനെ കൊണ്ട് നന്ദ സമ്മതിപ്പിച്ചു. അങ്ങനെ നന്ദ പോകാനായിട്ടുള്ള തയ്യാറെടുപ്പുകളും കാര്യങ്ങളും നടത്തുന്നു. പക്ഷേ നന്ദയ്ക്ക് വേണ്ടുന്ന കാര്യങ്ങൾ നന്ദയേക്കാൾ സ്പീഡിൽ ചെയ്യുന്നത് ഈ പറയുന്ന പിങ്കിയാണ്. നന്ദയുടെ ഡ്രസ്സ് പാക്ക് ചെയ്യുന്നു, മറ്റു കാര്യങ്ങൾ ചെയ്യുന്നു, എല്ലാം അതും വളരെ ഹാപ്പി ആയിട്ട്. കാരണം 2 ദിവസത്തേക്ക് അല്ലെങ്കിൽ ഒരാഴ്ചത്തേക്ക് നമ്മുടെ നന്ദ വീട്ടിലില്ല. ആ സമയം കൊണ്ട് ഗൗതത്തിനെ കൊണ്ട് തൻ്റെ കഴുത്തിലൊരു താലി വരെ കെട്ടിക്കാനാണ് പുള്ളിക്കാരിയുടെ പരിശ്രമങ്ങൾ നടക്കുന്നത്. അങ്ങനെ പുള്ളിക്കാരി ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നു. അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ നന്ദ അങ്ങ് പോയി നന്ദയ്ക്ക് ഓൾ ദി ബെസ്റ്റ് ഒക്കെ പറഞ്ഞ് പിങ്കി ഇങ്ങനെ പറഞ്ഞയക്കുക. നന്ദയ്ക്ക് മനസ്സിലായി ഇവളുടെ സന്തോഷം അതെന്തിനാണെന്നുള്ളത്. അതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ എല്ലാവരോടും യാത്ര പറഞ്ഞ് നമ്മുടെ നന്ദ പോവുക. അങ്ങനെ നന്ദ പോയി കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ തൊട്ട് നമ്മുടെ പിങ്കിയുടെ പണി ആരംഭിച്ചു. പിന്നെ ഗൗതത്തിൻ്റെ പിന്നാലെയൊന്നും മാറുന്നില്ല. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഗൗതത്തിനെയും കൊണ്ട് നമ്മുടെ അർജുൻ്റെ കാര്യങ്ങൾക്ക് പോകണം എന്നുള്ള നിർബന്ധം പിങ്കി വെക്കുകയാണ്. അപ്പോൾ ഏതായാലും നന്ദ പോയിട്ട് വരുന്നതിന് മുൻപ് പോയിട്ട് വരാം എന്നുള്ളൊരിതിൽ. എന്നിട്ട് കൂട്ടുകാരി സാന്ദ്രയെയും വിളിച്ച് ചട്ടം കെട്ടി കുറച്ച് കാര്യങ്ങളൊക്കെ താൻ പ്ലാൻ ചെയ്തിട്ടുണ്ടെന്നും അതെല്ലാം തനിക്ക് വീഡിയോയിൽ പകർത്തി കൊടുക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ നമ്മുടെ അർജുൻ്റെ കാര്യങ്ങൾ അവിടെ എടുത്തിട്ടു ഈ പറയുന്ന പിങ്കി. അപ്പോൾ എല്ലാവരുടെയും കണ്ണിൽ അർജുനെ സ്നേഹിച്ച് തുടങ്ങി പിങ്കി. അർജുൻ തിരിച്ചു വരണമെന്ന ആഗ്രഹം ഉണ്ടായി പിങ്കിക്ക്. അപ്പം അങ്ങനെ ഒരു ഇത് കൊണ്ടുവന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ പോകണം എന്നുള്ള കാര്യം ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാവരും ഗൗതത്തിൻ്റെ കൂടെ പറഞ്ഞു വിടാൻ തന്നെ തീരുമാനിച്ചു. കാരണം ഭർത്താവിനെ സ്നേഹിച്ചു തുടങ്ങിയ ഒരു പെണ്ണിൻ്റെ കൂടെ ചേട്ടന് പോകുന്നതിന് കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പോൾ അങ്ങനെ ആ ഒരു ഇതെല്ലാം കൂടെ വന്നു. അപ്പം അതങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഗൗതവും അറിഞ്ഞു പിങ്കി അർജുനെ സ്നേഹിച്ച് തുടങ്ങിയെന്ന്. അതുകൊണ്ട് തന്നെ ഗൗതവും പോകാൻ തയ്യാറായി. പക്ഷേ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തൊട്ട് ഈ ഒരു പിങ്കിയുടെ അഭിനയം കാഴ്ചവെക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ടുള്ള അഭിനയങ്ങളാണ്. അതായത് പിങ്കിക്ക് ഉണ്ടായിരുന്ന ആഗ്രഹങ്ങളൊക്കെ ഗൗതത്തിനെ കൂട്ടുനിർത്തിക്കൊണ്ട് പിങ്കി സാധിക്കുന്നു. ഇങ്ങനെ ഇവർ 2 പേരും കൂടെ സെൽഫീസ് എടുക്കുന്നു. അതുപോലെ തന്നെ ഈ വണ്ടിയിൽ കയറി കഴിഞ്ഞപ്പോഴത്തേക്കും പിങ്കിക്ക് വേഗം അതുകൊണ്ട് അപസ്മാരം വന്നതുപോലെയൊക്കെ പിങ്കി ഇങ്ങനെ കിടന്ന് അഭിനയിക്കുന്നു. അപ്പോൾ ഗൗതം കൂടുതൽ കെയർ ചെയ്യുമല്ലോ. അങ്ങനെ കെയർ ചെയ്യുന്ന സമയത്ത് കൂട്ടുകാരിയെ കൊണ്ട് അപ്പുറം മാറി നിർത്തി വീഡിയോ പിടിപ്പിക്കുന്നു. അങ്ങനെ ഭയങ്കരമായ പ്രശ്നങ്ങളും കാര്യങ്ങളും. പക്ഷേ കൂടത്തിൽ നിന്ന് കൂട്ടുകാരിയുടെയും അല്ലെങ്കിൽ ആ നന്ദയുടെ ജീവിതം നശിപ്പിക്കാൻ ഒരിക്കലും നമ്മുടെ ആ കൂട്ടുകാരിയായ സാന്ദ്ര തയ്യാറായില്ല. അവൾ പിങ്കിയുടെ ഈ തോന്നിവാസത്തിന് നിന്നതുമില്ല. ഇവളോട് വീഡിയോ പിടിക്കാൻ പറഞ്ഞിട്ട് വീഡിയോ പിടിച്ചില്ല. ഒരു കയ്യിലൊരു താലിയൊക്കെ കരുതിക്കൊണ്ടാണ് പിങ്കി പോയത്. പക്ഷെ പിങ്കിയുടെ മോഹങ്ങളും പിങ്കിയുടെ സ്വപ്നങ്ങളും എല്ലാം തകർത്തെറിഞ്ഞു കളഞ്ഞു കൂട്ടുകാരി. കാരണം മറ്റൊരു പെണ്ണിൻ്റെ ജീവിതം നശിപ്പിക്കാൻ പിങ്കിയെ അനുവദിക്കില്ല എന്ന് കൂട്ടുകാരിയുടെ മനസാക്ഷി കൊണ്ട് കൂട്ടുകാരി അങ്ങ് തീരുമാനിച്ചു. അപ്പോൾ പിന്നെ ഒരു കാര്യവും നടക്കില്ലല്ലോ. അപ്പോൾ ഗൗതം പിങ്കിയെ
മാക്സിമം അകറ്റി നിർത്താനാണ് ശ്രമിക്കുന്നത്. പക്ഷേ പിങ്കി ഓരോ കാര്യങ്ങൾ കാട്ടിക്കൂട്ടി അടുത്തടുത്ത് വന്നുകൊണ്ടേയിരിക്കുന്നു. എന്തായാലും ഇത്തവണ നന്ദ തിരിച്ചു വരുമ്പോഴേക്കും എല്ലാ കാര്യങ്ങളും റെഡിയാക്കാമെന്ന് വിചാരിച്ചെടുത്തത് പിഴച്ചുപോയി പിങ്കിക്ക്. പിങ്കി തോറ്റുപോയി. കാരണം കൂട്ടുകാരി തോപ്പിച്ചു കളഞ്ഞു. നന്ദയുടെ ജീവിതം നശിപ്പിച്ച് ഗൗതത്തിനെ കൈയടക്കാമെന്ന് വിചാരിച്ച പിങ്കിക്ക് ഇടിവെട്ട് പണിയാണ് കൂട്ടുകാരി കൊടുത്തത്. അപ്പോൾ എന്തായാലും ആ ഒരു ഇടിവെട്ട് പണിയുടെ ഭാഗമായിട്ടുള്ള സൂപ്പർ ഹിറ്റ് വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നമ്മുടെ നാളെ തൊട്ടുള്ള കഥകൾ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കാണണം. ആരും തന്നെ മിസ് ചെയ്ത് കളയരുത്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു. സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി.